അടുത്ത വാർത്തയിലേക്ക്. റിപ്പോർട്ടർ ബ്രേക്കിംഗ്. കണ്ണൂർ അഞ്ചരക്കണ്ടി ദന്തൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണത്തിൽ ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണം ഊർജിതം. 15 ദിവസത്തിനകം പ്രാഥമിക റിപ്പോർട്ട് സമർപ്പിക്കാൻ കണ്ണൂർ ക്രൈംബ്രാഞ്ച് എസ്പിക്ക് ADGP നിർദ്ദേശം നൽകി. 30 ദിവസത്തിനകം അന്തിമ റിപ്പോർട്ട് കൂടി സമർപ്പിക്കണം. ലോൺ ആപ്പ് തട്ടിപ്പും അധ്യാപികയുടെ പരാതിയും അന്വേഷണ പരിധിയിൽ വരും. നിതിന്റെ ഫോൺ വിവരങ്ങൾ അതീവ രഹസ്യമായി സൂക്ഷിക്കാനും CCTV ദൃശ്യങ്ങൾ കുടുംബത്തിന് കൈമാറാൻ കൂടി ADGPയുടെ നിർദ്ദേശമുണ്ട്. ഹരിമോഹനുണ്ട് നമുക്കൊപ്പം വിവരങ്ങൾ നൽകാൻ. ഹരി, ഇടയ്ക്കിടയ്ക്ക് നിതിൻ രാജിന്റെ അച്ഛൻ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നുകൊണ്ട് നിതിൻ രാജിന്റെ അച്ഛനും അമ്മയും ഇപ്പോഴും ജീവനോടുകൂടി ഇരിക്കുന്നുണ്ട് എന്ന് ഈ അന്വേഷണ സംവിധാനങ്ങളെ ഓർപ്പിക്കുന്നുണ്ട്. കാരണം അവർ അന്വേഷണത്തിന്റെ ഒരു വിവരങ്ങളും പോലീസ് അറിയിക്കാറില്ല. തങ്ങൾക്ക് നീതി കിട്ടിയിട്ടില്ല എന്ന് ആ കുടുംബം ഉറച്ചു വിശ്വസിക്കുന്നുണ്ട്. ഈ റാമിനെയും അതോടൊപ്പം ഈ സംഗീതയും അവരെയൊക്കെ രക്ഷപ്പെടുത്താനുള്ള ശ്രമങ്ങൾ ഈ കോളേജ് മാനേജ്മെന്റിന്റെ ഭാഗത്തുനിന്ന് പോലീസിന്റെ ഭാഗത്തുനിന്നൊക്കെ ഉണ്ടാവുന്നുണ്ട് എന്ന് അദ്ദേഹം ഉറച്ചു വിശ്വസിക്കുകയാണ്. ഈ ക്രൈംബ്രാഞ്ചിന്റെ ഈ ഊർജിതമായ അന്വേഷണം ആ കുടുംബത്തിന് നീതി നേടിക്കൊടുക്കുമോ? ഹരി. ഷിയാസ്, ഈ രണ്ട് പ്രതികളെയും പിടികൂടാൻ കഴിയാത്തതിൽ കുടുംബം കടുത്ത അതൃപ്തി രേഖപ്പെടുത്തിയിരുന്നു. പിന്നീട് സംഗീതയ്ക്ക് മുൻകൂർ ജാമ്യവും ലഭിച്ചിരുന്നു. പക്ഷേ റാമിനെ ഇതേവരെ പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള ഒരു വിഷയം മുൻനിർത്തിക്കൊണ്ട് തന്നെ നിതിൻ രാജിന്റെ അച്ഛൻ മാധ്യമങ്ങൾക്ക് മുൻപിൽ വന്ന അന്വേഷണ സംഘത്തിനെതിരെ അല്ലെങ്കിൽ അന്വേഷണത്തിന്റെ രീതിക്കെതിരെ കടുത്ത വിമർശനം ഉന്നയിക്കുകയും ചെയ്തിരുന്നു. ഇന്നലെ വരെ നിതിൻ രാജിന്റെ അച്ഛൻ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അന്വേഷണ സംഘത്തിന്റെ നീക്കങ്ങളെക്കുറിച്ച് വലിയ തോതിലുള്ള വിമർശനം ഉന്നയിച്ചു. അതിനെ തുടർന്നു കൂടിയാണ്, അതായത് ഇത്തരത്തിലുള്ള വിമർശനങ്ങൾ നിരന്തരം ആവർത്തിക്കുന്നതോടുകൂടിയാണ് ഈ അന്വേഷണം സംസ്ഥാന ക്രൈംബ്രാഞ്ചിന് വിടാൻ വേണ്ടിയുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയത്. അതും ഇത് ദീർഘനാൾ കൊണ്ടുപോവുക എന്നുള്ള ഒരു രീതി ഇപ്പോൾ നിലവിൽ എന്തായാലും ഉദ്ദേശിക്കുന്നില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. സാധാരണ ക്രൈംബ്രാഞ്ചിലേക്ക് ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അന്വേഷണം 2-3 മാസമൊക്കെ അങ്ങോട്ടേക്ക് പോകാൻ സാധ്യതയുണ്ട്. പക്ഷേ ADGPയുടെ കർശന നിർദ്ദേശം ഇപ്പോൾ കണ്ണൂർ ക്രൈംബ്രാഞ്ച് എസ്പിക്ക് വന്നിട്ടുണ്ട്. 15 ദിവസത്തിനകം പ്രാഥമിക റിപ്പോർട്ട് ADGPക്ക് സമർപ്പിക്കണം. 30 ദിവസത്തിനുള്ളിൽ അന്തിമ റിപ്പോർട്ട്, അതായത് അന്വേഷണം എല്ലാ തരത്തിലും പൂർത്തീകരിക്കണം എന്നുള്ള നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. 2 കേസുകളുടെ അന്വേഷണമാണ് അങ്ങനെ നടത്തേണ്ടത്. ഒന്ന്, ആദ്യം ചക്രകൽ പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള പട്ടികജാതി പട്ടികവർഗ അതിക്രമം തടയൽ നിയമപ്രകാരം അടക്കം രജിസ്റ്റർ ചെയ്തിരിക്കുന്ന റാമിനും സംഗീതയ്ക്കും എതിരായിട്ടുള്ള കേസ്, അതാണ് ഏറ്റവും ആദ്യം രജിസ്റ്റർ ചെയ്തിട്ടുള്ള കേസ്. അതിൽ അന്വേഷണം നടത്തണം. രണ്ടാമത്തേത് ഈ ലോൺ ആപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് കണ്ണൂർ ACP അന്വേഷിച്ച 2ാം ഘട്ടത്തിൽ രജിസ്റ്റർ ചെയ്തൊരു കേസുണ്ട്. ആ 2 കേസുകളുടെയും അന്വേഷണം ഇപ്പോൾ ക്രൈംബ്രാഞ്ച് നടത്തണം എന്നുള്ള നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. അന്വേഷണത്തിൽ എല്ലാ തരത്തിലുള്ള കാര്യങ്ങളും ഉൾക്കൊള്ളണം. മാത്രമല്ല നിതിൻ രാജിന്റെ ഫോൺ അടക്കം വീണ്ടും ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കണം. ഇതുമായി ബന്ധപ്പെട്ട് പരമാവധി ശാസ്ത്രീയ തെളിവുകൾ ശേഖരിക്കണം. മുൻപ് ഈ നിതിൻ രാജുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില തെളിവുകളുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളൊക്കെ തന്നെ മാധ്യമങ്ങൾക്ക് ലഭിച്ചിരുന്നു, അല്ലെങ്കിൽ അത് പുറത്തേക്ക് വന്നിരുന്നു. അപ്പോൾ ഇത്തരത്തിൽ ഇനി ഒരു കാര്യവും ഉണ്ടാകരുത്, അതീവ രഹസ്യ സ്വഭാവത്തിൽ തന്നെ വേണം അന്വേഷിച്ച റിപ്പോർട്ട് സമർപ്പിക്കാൻ എന്നുള്ള നിർദ്ദേശം കൂടി നൽകിയിട്ടുണ്ട്. മാത്രമല്ല ഈ റാമിനെ കണ്ടെത്താത്തതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുൻപ് പോലീസിന് ഉണ്ടായിട്ടുള്ള വീഴ്ച അത് ആവർത്തിക്കാൻ പാടില്ല എന്നുള്ള നിർദ്ദേശം കൂടി കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ജില്ലാ ക്രൈംബ്രാഞ്ചിന് വിടാതെ നേരിട്ട് സംസ്ഥാന ക്രൈംബ്രാഞ്ചിന് തന്നെ ആ അന്വേഷണ ചുമതല നൽകിയിരിക്കുന്നത്. അത് ADGP തന്നെ നേരിട്ട്, അതായത് ക്രൈംബ്രാഞ്ച് ADGP ആയ H. വെങ്കടേഷ് തന്നെ നേരിട്ട് അതിന് മേൽനോട്ടം വഹിക്കുന്നു എന്നുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട്. അതുകൊണ്ട് അന്വേഷണം വളരെ വേഗത്തിൽ തന്നെ പൂർത്തീകരിക്കാനായിരിക്കും ഇനിയുള്ള ശ്രമം. അതിൽ ശാസ്ത്രീയ തെളിവുകൾ ശേഖരിക്കുന്നതിന് വേണ്ടി സൈബർ വിദഗ്ധരെ അടക്കം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള അന്വേഷണമായിരിക്കും ഇനിയിപ്പോൾ ഉണ്ടാകും. 2 തരത്തിൽ ആ കേസിന്റെ അന്വേഷണം മുന്നോട്ട് പോവുകയും ചെയ്യും. ആദ്യം രജിസ്റ്റർ ചെയ്ത കേസ്, അതായത് ഈ ജാതിയധിക്ഷേപം അടക്കം നടന്നിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ ഇതുവരെ നടത്തിയിട്ടുള്ള കണ്ടെത്തലുകളല്ല, ക്രൈംബ്രാഞ്ചിനായിട്ടുള്ള കണ്ടെത്തലുകൾ ഉണ്ടാവണം എന്നുള്ളതാണ് ഒരു പ്രധാന നിർദ്ദേശം. മറ്റൊന്ന്, ലോൺ ആപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൃത്യമായി സയന്റിഫിക് എവിഡൻസ് അത് ശേഖരിച്ചുകൊണ്ടുള്ള അന്വേഷണമായിരിക്കണം. അതിനുശേഷമായിരിക്കും ഈ 2 കേസുകളിലുമായിക്കൊണ്ട് അന്തിമ റിപ്പോർട്ട്, ആദ്യം പ്രാഥമിക റിപ്പോർട്ടും അതിനുശേഷം അന്തിമ റിപ്പോർട്ടും സമർപ്പിക്കുക. തുടർന്നായിരിക്കും ഇനിയിപ്പോൾ അതിലെന്ത് വേണം എന്നുള്ള കോടതിയുടെ നിർദ്ദേശപ്രകാരമുള്ള നീക്കങ്ങളിലേക്ക് കടക്കുക എന്നാണ് മനസ്സിലാക്കുന്നത്. ശരി, ഹരിമോഹനാണ് വളരെ വിശദമായി തന്നെ വിവരങ്ങൾ നൽകിയത്. എന്താണെങ്കിലും നിതിൻ രാജിന്റെ കുടുംബം അന്വേഷണത്തിൽ ഒട്ടും തൃപ്തി ഇതുവരെ രേഖപ്പെടുത്തില്ല. അവർ വിചാരിക്കുന്ന ലോൺ ആപ്പിന്റെ തലയിൽ എല്ലാ കുറ്റങ്ങളും കെട്ടിവെച്ചുകൊണ്ട് ഈ ആരോപണ വിധേയരായ അധ്യാപകരെ അവർ ചെയ്തിട്ടുണ്ട് എന്ന് എല്ലാ വിദ്യാർത്ഥികളും ആവർത്തിച്ചു വരുന്ന വ്യക്തി അധിക്ഷേപം ഉൾപ്പെടെയുള്ള കുറ്റങ്ങളെയൊക്കെ നിസാരവൽക്കരിച്ചുകൊണ്ട് അവരെ രക്ഷപ്പെടാൻ വിട്ടുകൊടുക്കുകയാണ് ഈ നിയമം, ഈ അന്വേഷണ സംവിധാനങ്ങളെന്ന് നിതിൻ രാജിന്റെ കുടുംബം ആവർത്തിച്ച് പരാതി അറിയിക്കുന്നിടയിലാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ച് അന്വേഷണം ഊർജിതമാക്കുന്നത്.